സൗദി ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അതെന്നാണ് ഉണ്ടാവുക? കുറേ നിയമക്കുരുക്കുകളിലൊക്കെ പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇന്ന് മോചന ഉത്തരവിനുള്ള കോടതിയിലെ സിറ്റിംഗ് എന്ന് നടക്കും. കോടതിയിൽ നിന്ന് മോചന ഉത്തരവ് ലഭിച്ചാൽ റഹീമിന് നാടണയാം. വിവിധ വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമുള്ള അന്തിമ സിറ്റിംഗ് ആവും ഇന്നെന്നാണ് റഹീം സഹായ സമിതി കരുതുന്നത്. അഫ്താബ് റഹ്മാനുണ്ട് വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, എന്തായാലും ഇന്നിപ്പോൾ സിറ്റിംഗ് വളരെ നിർണായകമാണ്. ഇന്ന് അവസാന സിറ്റിംഗ് ആണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് നിയമക്കുരുക്കുകളൊന്നുമില്ല. എല്ലാ നിയമക്കുരുക്കുകളും തീർത്തുകൊണ്ടാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാമോ? ആശ്വാസകരമായ ആ ഒരു വാർത്ത എപ്പോഴത്തേക്ക് നമ്മളെ തേടിയെത്താൻ സാധ്യതയുണ്ട് അഫ്താബ്? ജിൽസി, ഇതുവരെയുള്ള റഹീമിന്റെ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നിരവധി തവണ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കേസിന്റെ ഒരു സാഹചര്യം, അതിന് അനുകൂലമായി വന്നിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട നിയമവഴികൾ, ഇതെല്ലാമാണ് കോടതി പരിഗണിച്ചത്. സ്വാഭാവികമായിട്ടും വധശിക്ഷയിൽ നിന്നാണ് മോചിപ്പിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഉത്തരവ് നേരത്തെ കോടതിയിൽ വന്നതാണ്. ഇനി വരാനുള്ളത് ജയിൽ മോചന ഉത്തരവാണ്. ജയിൽ മോചന ഉത്തരവിന് മുന്നോടിയായിട്ടുള്ള സിറ്റിംഗ് ആണ് പൂർത്തിയാകേണ്ടത്. ഇത് കഴിഞ്ഞ 2 തവണയും കോടതി പരിശോധിച്ച ശേഷം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ നിലക്ക് ഏറ്റവും അവസാനം നടന്ന സിറ്റിംഗിന് ശേഷമാണ് ഡിസംബർ 8, അതായത് ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചത്. അവസാന സിറ്റിംഗിൽ ഏതാണ്ട് 8 മിനിറ്റ് മാത്രമായിരുന്നു കേസ് രേഖകൾ പരിശോധിച്ച ശേഷം കോടതി വീണ്ടും 8-ാം തീയതിയിലേക്ക് മാറ്റിയത്, അതായത് ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നിപ്പോൾ രാവിലെ സൗദി സമയം രാവിലെ 9:30, അതായത് ഇന്ത്യൻ സമയം ഉച്ചക്ക് 12 മണിയോട് കൂടിയാകും കോടതി കേസ് പ്രത്യേക സിറ്റിംഗിൽ കോടതിയുടെ നിയമ വകുപ്പ് ഉൾപ്പെടെ ഇതിൽ ഇടപെടുക. അതിനുശേഷമായിരിക്കും ഒരു വിധി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിന്റെ അന്തിമ വിധി വരുമോ എന്നുള്ളതിൽ ഉറപ്പില്ല. കാരണം അത് കോടതിയുടെ നടപടിക്രമങ്ങൾ തുടങ്ങിയ ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ശരി അഫ്താബ്.